മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചതുകൊണ്ടാണ് പി.സി. ജോർജിന് കേരള കോൺഗ്രസ് നൽകിയ എല്ലാ സ്ഥാനങ്ങളും തിരിച്ചെടുക്കുന്നതെന്ന് കെ.എം. മാണി പറഞ്ഞു. തന്നെ ശിക്ഷിക്കാൻ മാണി തന്റെ അപ്പനോ അധ്യാപകനോ ആണോ എന്ന് പി.സി. തിരിച്ചടിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിയെയും നേതാക്കളെയും പ്രതിസന്ധിയിലാക്കുന്ന നിരവധി പ്രസ്താവനകൾ പി.സി. ജോർജ് നടത്തിയിട്ടുണ്ടെങ്കിലും കെ.എം. മാണി ആദ്യമായാണ് ജോർജിനെതിരെ ഇത്രയും രൂക്ഷമായി സംസാരിക്കുന്നത്. കുറേ നാളായി പി.സി. ജോർജ് അപവാദ പ്രസ്താവനകൾ നടത്തുകയാണ്. തന്നോട് ആരും ചോദിക്കാനില്ല എന്ന ഭാവമായിരുന്നു പി.സി. ജോർജിന്. അതിന് വിരാമമിടാനാണ് ഈ ചെറിയ ശിക്ഷ നൽകിയത്. തന്നോട് ആരും ചോദിക്കാനില്ല, താൻ എനിക്ക് അതീതനാണ് എന്നൊരു ഭാവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ. ലക്കും ലഗാനുമില്ലാത്ത അഹങ്കാരത്തോടു കൂടിയ പി.സി. ജോർജിൻ്റെ ഈ പോക്കിന് ഒരു ചെറിയ വിരാമമിടണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ചെറിയ ശിക്ഷ, വലിയ ശിക്ഷയൊന്നുമല്ല, ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഒരു ചെറിയ ശിക്ഷ നൽകി. കേരള കോൺഗ്രസ് പ്രതിനിധിയായതുകൊണ്ടാണ് പി.സി. ജോർജിന് ചീഫ് വിപ്പ് സ്ഥാനം യു.ഡി.എഫ് നൽകിയത്. ജോർജ് എല്ലാ സീമകളും ലംഘിച്ചിട്ടും താൻ മൗനം പാലിക്കുന്നുവെന്ന് ജനങ്ങൾ പരാതി പറഞ്ഞു തുടങ്ങിയതായും കെ.എം. മാണി പറഞ്ഞു. ഒന്ന്, യു.ഡി.എഫിൻ്റെ വിപ്പ് സ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ യു.ഡി.എഫിനോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ അത് യു.ഡി.എഫ് ചെയ്യും. രണ്ട്, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൻ്റെ യു.ഡി.എഫിലേക്കുള്ള നോമിനി എന്നുള്ള നിലയിൽ പിൻവലിക്കുവാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കെ.എം. മാണിക്ക് അതേ നാണയത്തിൽ പി.സി. ജോർജ് ഉടനടി മറുപടി നൽകി. തന്നെ ശിക്ഷിക്കാൻ കെ.എം. മാണി തന്റെ അപ്പനോ അധ്യാപകനോ അല്ല എന്നായിരുന്നു ജോർജിന്റെ മറുപടി. എന്നെ ശിക്ഷിക്കുന്നു എന്റെ അധ്യാപകനോ അതെന്റെ അപ്പനാണ് എന്നെ ശിക്ഷിക്കാൻ? എനിക്ക് ശരി വരിക. അങ്ങനെ എന്ത് പറ്റി? 83 വയസ്സായപ്പോഴത്തെ സനയിലായിരുന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട, തിരുവനന്തപുരം.